G2R പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവർക്കും വന്ദനം. ദൈവം എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ക്ഷമയോടുകൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്നതിനാൽ സ്തോത്രം. തിരുവചനത്തെ ആധാരമാക്കി പഴയ നിയമ പുതിയ നിയമ വേദഭാഗങ്ങളെ കോർത്തിണക്കി പഠിക്കുന്ന ഒരു വിഷയം ആയതുകൊണ്ടാണ്, ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് G2R അഥവാ ജനസിസ് ടു റെവലേഷൻ എന്ന് ഈ പരമ്പരയ്ക്ക് പേര് കൊടുക്കുവാൻ കാരണം. അവിടെ പത്രോസ് എഴുതിയ 1 ലേഖനം 2 അധ്യായത്തിൻ്റെ 9-ാമത്തെയും 10-ാമത്തെയും വാക്യമാണ് നമ്മുടെ താക്കോൽ വാക്യം. രാജകീയ പുരോഹിതവർഗം പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ രാജകീയ പുരോഹിതവർഗം. അവർക്ക് കൃത്യവും ആചരിച്ച് നടക്കേണ്ടതിന് മാറ്റമില്ലാത്തതുമായ കൽപ്പന കൊടുത്തു എങ്കിൽ പുതിയ നിയമ രാജകീയ പുരോഹിതവർഗനും തന്നിരിക്കുന്ന നിയമങ്ങൾ മാറ്റുവാനോ അമെൻമെൻറ്റ് വരുത്തുവാനോ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് വിശുദ്ധ യൂദ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിനു വേണ്ടി പോരാടണം എന്ന് അന്നത്തെ കാലത്ത് എഴുതിയത്. ഇന്നത്തെ കാലത്തിനും അതിന് മാറ്റമില്ല. ഇസ്രായേൽ ജനങ്ങളുടെ ആരാധന സ്ഥലമായിരുന്ന സമാഗമന കൂടാരത്തെയും വാഗ്ദത്ത ദേശത്ത് വന്ന ശേഷം ശലോമോൻ പണിത ആലയത്തിലും ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്കുണ്ടായിരുന്നു. അതിനാധാരമായ ദൈവവചന വേദഭാഗങ്ങളാണ് നാം ഇതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. തുടർന്നും എന്നാൽ അവർ പിൻകാലത്ത് ദൈവവചനം അനുസരിക്കാതെ ദൈവാരാധന ഉപേക്ഷിച്ച് യഹോവയാം ദൈവത്തിൻ്റെ ദിവ്യതേജസ് ഇറങ്ങി വസിച്ചിരുന്ന ആരാധനാലയത്തിൻ്റെ ഉള്ളിൽ തമ്മൂസ് ആരാധന നടത്തിയതിനാൽ, വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചതിനാൽ അതിൻ്റെ ഫലമായി യഹോവയാം ദൈവത്തിൻ്റെ തേജസ് ആലയത്തെ വിട്ട് സ്വർഗത്തിലേക്ക് വാങ്ങിപ്പോയി. യെഹെസ്കേൽ പ്രവചനം 8-ാം അധ്യായം 6 മുതൽ 17, 10-ാം അധ്യായം 3 മുതൽ 5 വരെയും അതേ അധ്യായം 15 മുതൽ 22 വരെയും 11-ാമത്തെ അധ്യായം 22, 23 വാക്യങ്ങളിലും കാണുന്നുണ്ട്. ആവർത്തന പുസ്തകത്തിൽ ദൈവം അവരോട് കൽപ്പന കൊടുത്തപ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് നിങ്ങളുടെ പാളയത്തിൻ്റെ ഉള്ളിൽ വരുമ്പോൾ അശുദ്ധി കണ്ടിട്ട് വഴിമാറിപ്പോകാതിരിപ്പാൻ നിങ്ങളുടെ പാളയം വിശുദ്ധമായിരിക്കണം. അപ്പോൾ മിസ്രൈമിൽ തൊട്ട് വാഗ്ദദേശം കൈവശമാക്കി ന്യായാധിപന്മാരുടെ കാലത്തും രാജാക്കന്മാരുടെ കാലത്തും വിശുദ്ധിയോടുകൂടെ ദൈവത്തെ സേവിച്ച ജനത്തിൻ്റെ ചരിത്രത്തിൻ്റെ അവസാന ഭാഗമായപ്പോൾ ആലയത്തിൽ അശുദ്ധവും മ്ലേച്ഛവുമായ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ച് ദിശ നോക്കി ആരാധിക്കരുതെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കൽപ്പനയെ തൃണവൽഗണിച്ച് ദിശ നോക്കി കിഴക്കു നോക്കി ആരാധിക്കുന്ന സ്ത്രീകളും തമ്മൂസിനെ കൊണ്ട് പ്രാർത്ഥിച്ച് മഴ പെയ്യിക്കേണ്ടതിനെ നിലവിളിക്കുകയും ചെയ്ത ജനത്തിൻ്റെ നടുവിൽ നിന്ന് ദൈവം ഇറങ്ങിപ്പോയി, ദൈവം വാങ്ങിപ്പോയി, സ്വർഗത്തിലേക്ക് കയറിപ്പോയി. തൽഫലമായി അവർ അവരുടെ ശത്രുക്കളാൽ നശിപ്പിക്കപ്പെട്ട് രാജാവ്, രാജ്യം, യാഗം, പ്രതിഷ്ഠ, ഏഫോദ്, ഗൃഹബിംബം ഇല്ലാത്ത അവസ്ഥയിൽ, ഈ ഗൃഹബിംബങ്ങളാണല്ലോ ദൈവദേശത്തിന് വിരോധമായി പ്രവർത്തിച്ച പാപത്തിൻ്റെ മ്ലേച്ഛത, ഇവ ഇല്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേരുകയും ഇന്നും അത് തുടരുകയും ചെയ്യുന്നു. എന്തിനധികം ഇതിൽ കൂടുതൽ നിർഗതി വേറെ എന്തുണ്ട്? ദാവീദ് വില കൊടുത്തു വാങ്ങിയ കളവും അതിനു ചുറ്റുമുള്ള പാടവും, ശലോമോൻ കോടിക്കണക്കിന് ഡോളർ ചിലവഴിച്ച് ആരാധിച്ച ആരാധന സ്ഥലവും നശിപ്പിക്കപ്പെട്ട് ഇന്ന് ഏതോ ഒരു അന്ധകാര ശക്തിക്ക് ആരാധന നടത്തുന്ന ജനങ്ങളുടെ ആരാധന കേന്ദ്രമായി മാറിയിരിക്കുന്നു. ഇനിയും എത്രയും അല്പകാലത്തിനുള്ളിൽ ഇവരുടെ ഈ അന്ധത കാരണം അവർക്കുണ്ടായ ദോഷങ്ങൾക്ക്, ആ അവസ്ഥകൾക്ക് ഭേദം വരികയും യുഗങ്ങളായി കാത്തിരിക്കുന്ന മശിഹ യുഗത്തിലേക്ക് പ്രത്യാഗമനം ചെയ്ത് അവർക്കൊരാലയം പണിയുകയും ചെയ്യും. സക്കറിയ പ്രവചനം 6:12. അവർ ആ പണിയുന്ന ആരാധനാ സ്ഥലത്തിൽ വരുവാൻ പോകുന്ന മശിഹ തൻ്റെ ബഹുമാനഭൂഷണം ധരിച്ച് അവിടെ ഇരുന്ന് അവരെ വാഴുകയും ചെയ്യും. യെഹെസ്കേൽ പ്രവചനം 43:2-3, സക്കറിയ പ്രവചനം 8:8, യെശയ്യാവിൻ്റെ പ്രവചനം 2:2, 11:10, യിരെമ്യാ പ്രവചനം 3:7. ഇന്ന് ദൈവപുത്രൻ വസിക്കുന്നത്
പുതിയ നിയമസഭയാകുന്ന രാജകീയ പുരോഹിതൃത്വത്തോട് അത്രേ. അതിൻ്റെ വിവിധ വശങ്ങൾ ശ്രദ്ധിക്കുക. കഴിഞ്ഞ അധ്യായത്തിൽ ഇസ്രായേൽ ജനങ്ങളുടെ നടുവിൽ ചരിത്രാരംഭം മുതൽ അവർ രാജ്യത്തിൽ നിന്ന് ഛേദിക്കപ്പെടുന്നിടം വരെയുള്ള ദൈവസാന്നിധ്യത്തെക്കുറിച്ച് പഠിച്ചു. ഇപ്പോൾ നാം പഠിക്കുന്നത് അവർക്ക് പകരം തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിതവർഗത്തിൻ്റെ നടുവിൽ ദൈവം വസിക്കുന്നു എന്നുള്ളതാണ്. ഒന്നാമത്, ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ നാമം അത് വെളിപ്പെടുത്തുന്നു. എന്താണ്? യെശയ്യാപ്രവചനം 7:14 പറഞ്ഞു, ദൈവം നിങ്ങൾക്കൊരടയാളം തരും. ഗോഡ് വിൽ ഗിവ് യു എ സൈൻ. എന്താണ് അടയാളം? കന്യക പുരുഷബന്ധമില്ലാതെ ഒരു മകനെ പ്രസവിക്കും. അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. മത്തായി സുവിശേഷം 1:21 കാത്തിരുന്ന കന്യകമാരുടെ നടുവിൽ ഒരുവളായിരുന്ന മറിയയുടെ അടുക്കൽ ദൂതൻ വന്നു പറഞ്ഞു, ആ കന്യകയായി ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിന്നിൽ കൂടെ ഒരു പുരുഷ സന്തതി ജനിക്കും. അവന് യേശു എന്ന് പേരിടണം. കാരണം തൻ്റെ ജനത്തെ അവൻ രക്ഷിക്കും. ഒരു കാലത്ത് രക്ഷിച്ചവർ പിന്മാറി ദൈവത്തിൽ നിന്ന് അകന്നു പോയതുകൊണ്ട് ഇനിയും സകല ലോകത്തിലുമുള്ള സകല ജനത്തെയും അവൻ രക്ഷിക്കും. തീർന്നില്ല. സമാഗമന കൂടാരത്തിൽ തേജസ് ഇറക്കി വസിച്ച ദൈവം വീണ്ടും പറയുകയാണ്, ആ ദൈവപുത്രനെ ഒരു സ്ഥാനനാമം, ഒരാത്മീയ നാമം കൊടുക്കണം, ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. അപ്പോൾ പുതിയ നിയമസഭയിൽ ദൈവപുത്രൻ അധിവസിക്കുന്നു. രണ്ടാമത്, ആ ദൈവപുത്രൻ പ്രവചനം മാത്രമല്ല, അക്ഷരീയമായി തൻ്റെ സഭയോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, 2-3 പേർ, ആയിരക്കണക്കിന് ആളുകൾ കൂടണം എന്ന് യാതൊരു നിർബന്ധവും ദൈവത്തിനില്ല. 2-3 പേർ കൂടി വരുന്നത് ദൈവത്തിൻ്റെ നാമത്തിലായിരിക്കണം. പോപ്പിൻ്റെയോ അയാളുടെ കീഴിലുള്ള മെത്രാന്മാരുടെയോ ബാവയുടെയോ പേരിലല്ല. വിശുദ്ധന്മാർ എന്ന് വെള്ളപ്പുക പൊങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പലർ കൂടി അഭിപ്രായ വ്യത്യാസമില്ല തിരഞ്ഞെടുക്കുന്ന മരിച്ചുപോയി കല്ലറയ്ക്കുള്ളിൽ അടക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ പേരുകളിലും മറിയയുടെയും യോസെഫിൻ്റെയും പത്രോസിൻ്റെയും ആന്ത്രയോസിൻ്റെയും യോഹന്നാൻ്റെയും യാക്കോബിൻ്റെയും പൗലോസിൻ്റെയും പേരിലുണ്ടാക്കുന്ന പള്ളികൾക്കുള്ളിലല്ല ദൈവം എഴുന്നള്ളി വരുന്നത്. 2-3 പേർ തൻ്റെ നാമത്തിൽ കൂടി വരുന്നത് എവിടെയായാലും, സമുദ്രതീരമാകട്ടെ, ആറ്റോരമാകട്ടെ, കുടിലാകട്ടെ, കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗത്ത് തട്ടിൻ പുറത്താകട്ടെ, അവിടെ ദൈവം എഴുന്നള്ളി വരും. ദൈവസഭയോടുകൂടെ മാത്രമല്ല, ദൈവസഭാ വിശ്വാസികൾ കൂടി വരുന്ന കൂടിവരവിലും ദൈവ സാന്നിധ്യം ഉണ്ട്. 3, ലോകാവസാനം വരെ എല്ലാ നാളുകളിലും തൻ്റെ സഭയോടുകൂടെ കർത്താവ് എഴുന്നള്ളി വരും, ഉണ്ട്, വസിക്കുന്നു, യാത്ര ചെയ്യുന്നു. മത്തായി സുവിശേഷം 28:20. ഇതാണ് പഴയ നിയമ ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ എഴുന്നള്ളി വന്ന ദൈവ സാന്നിധ്യവും പുതിയ നിയമസഭയിലെ ദൈവജനങ്ങളുടെ നടുവിൽ എഴുന്നള്ളി വസിക്കുന്ന ദൈവ സാന്നിധ്യവും തമ്മിലുള്ള വ്യത്യാസം. 4, പിതാവാം ദൈവത്തിനും വിശ്വാസികൾക്കും ഇടയിൽ ഏക മധ്യസ്ഥനായി സ്വർഗത്തിൽ അവൻ മധ്യസ്ഥത ചെയ്യുന്നു. തിമോഥെയോസിൻ്റെ 1 ലേഖനം 2 അധ്യായം 5 വാക്യം. 5, ഇതുപോലെ തന്നെ ഇന്ന് വർത്തമാനകാലത്തും ഭാവി യുഗത്തിലും നടന്നു കഴിഞ്ഞതും നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കുവാൻ ഇരിക്കുന്നതും ആയ വർത്തമാന, ഭൂത, ഭാവി കാലത്തു മുഴുവൻ സകല ചരിത്രങ്ങളെയും 2ആയി വിഭജിച്ചുകൊണ്ട് ചരിത്രത്തിൻ്റെ നടുവിൽ നിലകൊള്ളുന്നവനാണ് ദൈവപുത്രനായ ക്രിസ്തു. അതായത് BC അല്ലെങ്കിൽ ബിഫോർ ക്രൈസ്റ്റ്, AD അല്ലെങ്കിൽ അനോഡോമീനിയം, ഇൻ ദ ഇയർ ഓഫ് അവർ ലോഡ്. അർത്ഥാൽ യേശു ക്രിസ്തുവിന് മുൻപും യേശു ക്രിസ്തുവിന് പിൻപും. നെപ്പോളിയൻ തൻ്റെ മരണസമയത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അലക്സാണ്ടറും കൈസറും സീസറും ഒക്കെ ലോകത്തെ ആയുധങ്ങൾ കൊണ്ടും ശക്തി കൊണ്ടും പിടിച്ചടക്കി. നെപ്പോളിയൻ എന്ന ഞാനും, അവരെല്ലാവരും മരിച്ചു, ഇന്ന് ഞാനും മരിക്കുന്നു. എന്നാൽ നസറായനായ യേശു എന്ന ദൈവപുത്രൻ
വാൾ കൊണ്ടല്ല, സ്നേഹം കൊണ്ട് ലോകത്തെ പിടിച്ചടക്കി. ആയിരങ്ങൾ അവനു വേണ്ടി മരിക്കുന്നു. ഞാനിതാ നിസ്സഹായനായി ഇവിടെ മരിക്കുവാൻ പോകുന്നു. ഇതാണ് യേശു ക്രിസ്തുവിനും ലോക നായകന്മാർക്കും തമ്മിലുള്ള വ്യത്യാസം. ലോകത്തിൽ നിമ്രോദ് തൊട്ടുള്ള മഹാന്മാരുടെ ചരിത്രങ്ങൾ എല്ലാം, ബാബിലൂന്യ ചരിത്രവും മേദ്യ പേർഷ്യ സാമ്രാജ്യ ചരിത്രവും അലക്സാണ്ടറിന്റെ ചരിത്രവും കൈസറന്മാരുടെ ചരിത്രവും ചരിത്രത്തിലെ പേരുകളിൽ മാത്രം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുമ്പോൾ, യേശു ക്രിസ്തുവിൻ്റെ ചരിത്രമാകട്ടെ ചരിത്രത്തെ രണ്ടാക്കി, അനോ ഡൊമീനിയം BC ബിഫോർ ക്രൈസ്റ്റ് എന്ന രീതിയിൽ ഇന്ന് ലോകത്തിൽ UN-ലുള്ള എല്ലാ അംഗരാജ്യങ്ങളും, ലോകത്തിൽ കർത്താവിനെ സ്വീകരിക്കാത്ത മുസ്ലിം രാജ്യങ്ങളും ഹൈന്ദവ രാജ്യങ്ങളും അവരുടെ ആരാധനാലയങ്ങളിലെ കണക്ഷനും നടത്തുന്ന ചരിത്രം എഴുതുന്നതും യേശു ക്രിസ്തു എന്ന ദൈവപുത്രൻ്റെ ക്രൂശുമരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ് എന്നീ വിശിഷ്ട സംഭവങ്ങൾ നടത്തുന്ന BC AD നടുവിലാണ്. ഇതിൽ കൂടുതൽ ഒരു ദൈവവൈതലിനെ സന്തോഷിപ്പാൻ എന്തു വേണം? പുതിയ നിയമസഭയിൽ നടക്കേണ്ട സകല വിഷയങ്ങളും വിശേഷാൽ ആരാധന ഉചിതവും ക്രമവും ആയിരിക്കണമെന്ന് തിരുവചനം ശക്തമായി നിഷ്കർഷിച്ചിരിക്കുന്നു. എങ്ങനെ? എന്തിന്? പഴയ നിയമത്തിൽ ആരാധന സ്ഥലം പണിത് കഴിഞ്ഞിട്ട് അവർ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകുമ്പോൾ, കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ഭാഗത്ത് നാം ചിന്തിച്ചതാണ്, ഒരു ആകാശ വീക്ഷണം, ഒരു ഏറിയൽ വ്യൂ എടുത്താൽ ഇതുപോലെ ക്രമീകൃതമായി നടന്ന മാർച്ച് ചെയ്ത ഒരു വിഭാഗം ആളുകളും ലോകത്തിൽ ഇല്ല. ചില രാജ്യങ്ങളുടെ ഇൻഡിപെൻഡൻസ് റിപ്പബ്ലിക് ഡേയിൽ പരേഡിൽ പടയാളികൾ അണിവെച്ചു പോകുന്നത് പോലെ ഏകദേശം 40 ലക്ഷം ജനങ്ങൾ സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ലാതെ തങ്ങളുടെ ചുവളിൽ ചുമന്നുകൊണ്ട് നടന്നുപോയ കാഴ്ച ഈ സന്ദർഭത്തിൽ ഹൃദയത്തിലൊന്ന് ചിന്തിച്ചു നോക്കുക. അതുപോലെ പുതിയ നിയമത്തിലും ദൈവ മക്കൾ അവരുടെ ആരാധന സ്ഥല, അവരുടെ ആരാധനക്രമങ്ങൾ എല്ലാം ചന്തവും ഉചിതവും ആയിരിക്കണം എന്ന് കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 1 ലേഖനം 14-39 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ആത്മീയ ശുശ്രൂഷകൾ നിർവഹിക്കുന്നതിന് ദൈവസഭയിൽ നൽകപ്പെട്ടിരിക്കുന്ന പദവികളുടെ ക്രമം ഒന്ന് നോക്കുക. മഹാപുരോഹിതൻ പഴയ നിയമത്തിൽ, അത് കഴിഞ്ഞ് പുരോഹിതന്മാർ, പെട്ടകം ചുമക്കുന്നവർ, അതിൻ്റെ പുറമൂടി ചുമക്കുന്നവർ, ഒരിക്കലും ഓർഡർ തെറ്റിക്കാറില്ല. ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് അതിൻ്റെ തൂണുകൾ ചുമന്നവർ 41 സ്ഥലങ്ങളിൽ പോയപ്പോഴും തൂണുകൾ മാത്രം ചുമന്നു. അന്യോന്യം പരസ്പര ധാരണ വെച്ച് പോലും മാറ്റപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ കർക്കശമായി കൃത്യമായി അത് തുടർന്നു. എങ്കിൽ രാജകീയ പുരോഹിതവർഗം, ലേവ്യ പുരോഹിതവർഗം ഇത്രത്തോളം കൃത്യമായി അത് ചെയ്തുവെങ്കിൽ രാജകീയ പുരോഹിതവർഗത്തെക്കുറിച്ച് നമുക്ക് മാറ്റമില്ലാത്ത ഒരു പ്രമാണം തന്നിട്ടുണ്ട്. ആ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവസഭയിലെ ശുശ്രൂഷക വൃന്ദത്തിന് കൊടുത്തിരിക്കുന്ന സ്ഥാനമാനങ്ങൾ. ശ്രദ്ധിക്കുക. കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 1 ലേഖനം 12 അധ്യായത്തിലെ ചില വാക്യങ്ങൾ വായിക്കുന്നു. 1 ഫസ്റ്റ് അപ്പസ്തലന്മാർ, 2 വളരെ വ്യക്തമായി ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, 2 പ്രവാചകന്മാർ, 3 തേർഡ് ഉപദേഷ്ടാക്കന്മാർ. കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 1 ലേഖനം 12-28 വാക്യം. ഇതാണ് സഭയിൽ കണ്ടുവരുന്നതായ വിവിധ ശുശ്രൂഷകന്മാർക്കുള്ള വേർതിരിവുകൾ. അതിനിടയിൽ വീര്യപ്രവർത്തികളുണ്ട്, രോഗശാന്തികളുടെ വരമുണ്ട്, സഹായം ചെയ്യുന്നതിനുള്ള വരമുണ്ട്, വിവിധ ഭാഷകൾ സംസാരിക്കുന്നതിനുള്ള വരമുണ്ട്, ഡൈവേഴ്സിറ്റി ഓഫ് ടങ്സ്. എല്ലാം മുകളിൽ കണ്ട 3 വിധ പ്രധാന ശുശ്രൂഷകന്മാർക്ക് താഴെയാകുന്നു എന്നുള്ളത് മറന്നു പോകരുത്. അപ്പോൾ ആരെങ്കിലും ഒരുവൻ വീര്യപ്രവൃത്തി ചെയ്യുന്നുവെങ്കിൽ അവൻ അപ്പസ്തലനേക്കാൾ വലിയവനല്ല. ദൈവം ആക്കിയിരിക്കുന്ന അപ്പോയിൻമെൻ്റാണ് മുകളിൽ കണ്ട 3 കാര്യങ്ങൾ. എന്നാൽ സ്തോത്രം, വീര്യപ്രവൃത്തികൾ, രോഗശാന്തിയുടെ വരം, സഹായം ചെയ്യുന്നതിനുള്ള വരം, ഇതൊക്കെ വരങ്ങൾ മാത്രമാണ്, യോഗ്യത കൊണ്ടല്ല, ദാനമായി കൊടുക്കുന്നതാണ്. എല്ലാം മുകളിൽ കണ്ട 3 വിധ പ്രധാന ശുശ്രൂഷകൾക്കും താഴെയാകുന്നു ഈ വരങ്ങൾ എന്നുള്ളത് ഓർത്തിരിക്കണം. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു വിഷയം, അപ്പസ്തലൻ, പ്രവാചകൻ, ഉപദേഷ്ടാവ് എന്നീ 3 വിഷയങ്ങൾ
ദൈവം ഓരോരുത്തർക്ക് നൽകുന്ന നിയമനം അവിടെ എഴുതിയിട്ടുണ്ട്, അപ്പോയിൻമെൻ്റ് അത്രേ. എന്നാൽ അതിനടുത്ത് കാണുന്ന വീര്യപ്രവർത്തികൾ, രോഗശാന്തി ശുശ്രൂഷകൾ, സഹായം ചെയ്യുന്ന ശുശ്രൂഷകൾ, പലവിധ ഭാഷകൾ എന്നീ വരങ്ങൾ ഗിഫ്റ്റുകളാണ്, അഥവാ കരിസ്മാറ്റ ആണ്. വരം എന്നതിന് അർത്ഥം ഡോറോൺ, DORON എന്നുണ്ട്. യോഗ്യതയാൽ ലഭിക്കുന്നതല്ലാതെ ദാതാവിൻ്റെ കരുണയാൽ ദാനമായി ലഭിക്കുന്നതെന്നർത്ഥം. കൃപയാൽ വില കൊടുക്കാതെ കിട്ടുന്ന ദാനം. ദൈവത്തിന് സ്തോത്രം. അപ്പസ്തലനാകട്ടെ, പ്രവാചകനാകട്ടെ, സുവിശേഷകനാകട്ടെ, ഇടയനാകട്ടെ, ഉപദേഷ്ടാവാകട്ടെ, അത് ദൈവം കൊടുക്കുന്ന അപ്പോയിൻമെൻ്റ് ആണ്. എന്നാൽ മറ്റ് സകലതും കൃപയാൽ ലഭിക്കുന്നതാണ്. 100 സഭകൾക്ക് മാസം 5000 രൂപ വീതം കൊടുക്കുന്ന, സഹായം ചെയ്യുന്ന ഒരു വ്യക്തി ഈ 50 or 100 സഭകളുടെ ഏകീകൃതിച്ചുള്ള ഒരു സമ്മേളനത്തിൽ വരുമ്പോൾ അപ്പസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും കൊടുക്കുന്നതിനേക്കാൾ ഔന്നത്യ സ്ഥാനം കൊടുത്തല്ലേ ഇവരെല്ലാവരും എഴുന്നേറ്റ് നിന്ന് മേടയിലേക്ക് കൊണ്ടുവരുന്നത്? അത് വരത്താൽ ദൈവം കൊടുത്ത പണത്തിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതാണ്. സ്തോത്രം. രോഗശാന്തി ദൈവം കൊടുത്ത വരത്തിൽ നിന്ന് കൊടുത്തതാണ്. എന്നാൽ മറ്റ് ശുശ്രൂഷകൾ ദൈവം കൊടുത്ത അപ്പോയിൻമെൻ്റ് ആണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, അപ്പോയിൻമെൻ്റ് ലഭിക്കുന്ന ശുശ്രൂഷകനാണോ ദൈവം മുൻപിൽ ശുശ്രൂഷയുടെ മുൻപിൽ വലുത്, അതോ കൃപയാൽ ഏതെങ്കിലും ഒരു ശുശ്രൂഷ ലഭിച്ച ഏതെങ്കിലും ഒരു വരപ്രാപ്തനാണോ എന്നുകൂടെ ഇന്നത്തെ കാലത്തൊന്ന് ചിന്തിക്കണം. ഈ വിഷയങ്ങളൊക്കെ വെളിയിൽ കൊണ്ടുവരേണ്ടതിന് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഴയ നിയമത്തിലെ മഹാപുരോഹിതനും ലേവി ഗോത്രക്കാർക്കും 6 സങ്കേത നഗരങ്ങൾ കൊടുത്തപ്പോൾ പ്രവാചകന്മാർക്കും മറ്റ് ശുശ്രൂഷകൾ ചെയ്തവർക്കും അങ്ങനെയുള്ള സ്ഥാനമാനങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. അവിടെ വെച്ച് മനസ്സിലാക്കിക്കൊള്ളണം, അവരുടെ പാപപരിഹാരത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നത് പ്രവാചകനല്ല, പുരോഹിതനാണ്. അപ്പോൾ തന്നെ മുകളിൽ നാം ദർശിച്ച 3 ശുശ്രൂഷാ സ്ഥാനങ്ങൾക്കുപരി 2 വിധ ശുശ്രൂഷകൾ കൂടെ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നാം കാണുന്നുണ്ട്. അവ അപ്പസ്തലന്മാർ, ചിലർ പ്രവാചകന്മാർ, ചിലർ സുവിശേഷന്മാർ, ചിലർ ഇടയന്മാർ, ചിലർ ഉപദേഷ്ടാക്കന്മാർ എന്നിവയാകുന്നു. എഫെസ്യർ 4:11. അതിൻ്റെ ലക്ഷ്യമോ ഈ വക ശുശ്രൂഷകൾ അഥവാ പ്രവചനം, അപ്പസ്തലത്വം, സുവിശേഷം, ഇടയ ശുശ്രൂഷ, ഉപദേശം എന്നീ ശുശ്രൂഷകൾ നിർവഹിക്കുന്നവരും അവരുടെ ശുശ്രൂഷ അനുഭവിക്കുന്നവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായിട്ടുള്ള ശുശ്രൂഷയാണ് ഈ 5 വിധ ശുശ്രൂഷകൾ. അതുകൂടൊന്ന് മനസ്സിലാക്കിയാൽ നന്നായിരുന്നു. ശുശ്രൂഷയുടെ വേലയ്ക്ക് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനവിനും അത്ര എഫെസ്യർ 4:12-13. അല്ലാതെ മറ്റു വരങ്ങൾ കൊടുത്തിരിക്കുന്നത് ദൈവസഭയുടെ നടുവിൽ ദൈവം പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളം ആയിട്ടാണ്. അല്ലാതെ ഈ വക ശുശ്രൂഷകൾ, വീര്യപ്രവൃത്തികൾ, പ്രവചനങ്ങൾ, വിവിധ ഭാഷകൾ സംസാരിക്കുന്നത് ചിലരുടെ തലയിൽ കൈവച്ചിട്ട് കിട്ടുന്ന കാശ് വാങ്ങിച്ച് പോക്കറ്റിൽ കൊണ്ടിട്ട് കീശ വീർപ്പിക്കുവാനുള്ള ശുശ്രൂഷയല്ല. അത് കൃപയാൽ ലഭിച്ചതാണ്, ദാനമായി ലഭിച്ചത് ദാനമായി കൊടുക്കണം. ഈയിടെ ഒരു ദൈവഭക്തൻ ഉള്ളത്ത് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, പാസ്റ്റർ തലയിൽ വെച്ച് കൈവച്ചാൽ അതിന് ഫീസ് കൊടുക്കണം, വീട്ടിൽ വന്നാൽ അതിന് ഫീസ് കൊടുക്കണം. ഈ ഉപദേശം എവിടെ നിന്ന് വന്നു? നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിലോ അവനെ കൊണ്ട് എൻ്റെ ഉള്ളത്തിൽ പ്രസാദമില്ല. ദൈവമേ, അങ്ങയെ പ്രസാദിച്ചുകൊണ്ട് ഈ കാലത്ത് ജീവിപ്പാൻ ആവശ്യമാകുന്ന കൃപ അങ്ങയുടെ ശുശ്രൂഷന്മാരാകുന്ന രാജകീയ പുരോഹിതവർഗത്തിന് കൊടുത്ത് അവരെ നിലനിർത്തിക്കൊള്ളുമാറാകണം എന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്മയോടുകൂടെ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ.